ഈസ്റ്ററിൻ്റെ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിക്കിട്ട് ചട്ടിയും വട്ടിയും കുപ്പിയും ഒക്കെ കൂടി വാരി കൂട്ടി ഒരു ഗ്രില്ല് പരിപാടിക്ക് ഇറങ്ങി. പെട്ടെന്ന് തന്നെ പ്രകൃതിരമണീയമായ ഒരു സ്പോട്ടും കണ്ടുപിടിച്ച് മേടിച്ച ഗ്രില്ലൊക്കെ അങ്ങോട്ട് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാജിക്കൊരു സാധനം കിട്ടി. ഇതിപ്പോൾ എന്താ ചെയ്യുക, ഒരു ഐഡിയയും ഇല്ല. കുറച്ച് നേരം നോക്കി, അത് കഴിഞ്ഞപ്പോൾ അത് അവിടെ ഇട്ടിട്ട് വേഗം പോയി കുറച്ച് ബക്ലാവ് എടുത്ത് പിക്ക് കുറച്ച് സ്നേഹം കൊടുത്ത് കഴിക്കി. കാറ്റ് ഇപ്പോൾ എവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഒന്ന് തിരിച്ചു വെച്ചേക്കാം. അതും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കത്തിക്കാനുള്ള കർപ്പൂരം ചാർക്കോള് സവോള ചെറുകുരൂര അരിയണ പോലെ പെട്ടെന്ന് ചെറുതായിട്ട് പൊട്ടിച്ച ഗ്രില്ലിലേക്ക് അങ്ങോട്ട് താങ്ങി. ചെറുതായി അരിഞ്ഞ സവോള പോലുള്ള ചാർക്കോളിലേക്ക് കുറച്ച് ബെൻസീനും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കത്തിക്കാനുള്ള സാധനത്തിൻ്റെ ഒരു 2 സ്റ്റേജ് നമ്മൾ സെറ്റാക്കി കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലാണ് ചാർക്കോൾ. കുറച്ച് കരിയും വാരി ചുറ്റും പുറയൊക്കെ വാരിയിട്ട് നല്ല ഭംഗിയിൽ സെറ്റാക്കി ഒരു ചാക്ക് ചാർക്കോൾ സെറ്റ്. പിന്നെ കുറച്ചും കൂടി മണ്ണെണ്ണ അങ്ങോട്ട് കോരി ഒഴിച്ചു തുടങ്ങി കത്തിക്കാനുള്ള കഠിനമായ ശ്രമം. അവിടെ വെച്ച് കത്തിക്കാൻ നോക്കി, നടപടിയാവുന്നില്ല. കുറച്ചും കൂടി നീക്കി പിടിച്ച് കത്തിക്കാൻ നോക്കി, നടപടിയാവുന്നില്ല. കുറേ നേരം നോക്കിക്കൊണ്ടേയിരുന്നു. പിപ്പിയുടെ കഠിനമായ ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് കണ്ടിട്ട് ചാടി ഓടി ഷാജി ഒന്ന് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ പൊത്തിപ്പിടിച്ചു. ഒന്നും നടന്നില്ല. 2000 years later. അങ്ങനെ ഫൈനലി കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം രണ്ടുപേരും കൂടി തീ കത്തിച്ചു. ആഹാ, സന്തോഷം. പിന്നെ കുറച്ച് നേരം ആസ്തറ്റിക്കായിട്ട് തീ കത്തുന്ന ഒരു വീഡിയോയും പിടിച്ച് നേരെ 2-3 ബിയർ എടുത്ത് പൊട്ടിച്ച ബിയർ പ്രോസ്റ്റ് പോലും അടിക്കാണ്ട് കുടിക്കാൻ പോയ പിപ്പിനും തെറി പറഞ്ഞ് നിർബന്ധിച്ച് പ്രോസ്റ്റും അടുപ്പിച്ച് അവിടെ നിന്ന് ഒരു ബിയർ അങ്ങോട്ട് കാച്ചി തുടങ്ങി. പിന്നെ നൈസായിട്ട് ഞാനും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് അവിടെ കിടക്കണ്ടായിരുന്ന കനലിനെ എൻ്റെ വക അങ്ങോട്ടും ഇങ്ങോട്ടും 2 തട്ട്. ആഹാ, നല്ല പിന്നെ കനലൊക്കെ അങ്ങനെ കത്തി സെറ്റായി തുടങ്ങി. അങ്ങനെ കനലൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ ചിക്കനും ബാക്കി സാധനങ്ങളെയൊക്കെ തട്ടി ഗ്രില്ലിൻ്റെ മുകളിൽ കയറ്റുക. പതുക്കെ ഭംഗിയായിട്ട് ചിക്കനുകളൊക്കെ ഇങ്ങനെ പിപ്പി അടിച്ചൊതുക്കി സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ്റെ കൂടെ കുറച്ച് കറി റോസ്റ്റും ഉണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന സ്ഥലത്ത് അതിനെയും തട്ടിക്കയറ്റി. ഗ്രില്ലിൽ കയറിയ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വെന്തോന്ന് അറിയാനായിട്ട് പുതിയൊരു സാധനത്തിനിറക്കി. എന്നിട്ട് മീറ്റിൻ്റെ ഒക്കെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും സമയം എടുക്കുന്നു. ഏകദേശമൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ പിപ്പിയും ഇതും കൂടിയിട്ട് നൈസായിട്ട് തലേന്ന് സെറ്റ് ചെയ്ത് വെച്ച ഗ്രേവിയോ സോസോ അങ്ങനെ എന്തോ സാധനവും കുറച്ച് ബട്ടറും ഒക്കെ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ നൈസായിട്ട് പരട്ടി കൊടുത്തു. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കാമല്ലോ. സെറ്റായ കറി കുറച്ച് എങ്ങനെ കഴിക്കുന്നു നോക്കുന്ന ജോഫി മോൾക്ക് പിപ്പി കൊണ്ടു കൊടുത്തൊരു മൾട്ടി പർപ്പസ് കത്തി, ഫോർക്ക്, ബിയർ ഓപ്പണർ, നൈഫ്, എന്ത് വേണമെങ്കിലും പറയാം. എന്തായാലും ഒരു ഉപകാരമുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് വെച്ച് നൈസായിട്ടൊരു സാധനം കട്ട് ചെയ്ത് ജോഫി മോൾ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സാധനം കൊള്ളാമെന്ന് മനസ്സിലായപ്പോൾ ഒട്ടും വെയിറ്റ് പിപ്പി ജോഫിമോളുടെ ഇന്ന് കത്തിയും തട്ടിപ്പറിച്ച് ഒരു പീസ് എടുത്ത് അവൻ്റെ വക അവനും ടേസ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ആദ്യം വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം കൂടി എടുത്ത് ഈ സാധനം ഒന്നും മുക്കാണ്ട് തന്നെ കഴിച്ചാലാണ് ഫ്ലേവർ മനസ്സിലാവുള്ളൂ. എന്നാൽ പിന്നെ ഞാനും നോക്കിയേക്കാന്ന് പറഞ്ഞ് ഇതുമോളും ഒന്നൊരു കഷ്ണം എടുത്ത് മുക്കി ഒന്ന് കഴിച്ചു. ചോദിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും അഭിപ്രായം പറയണമെന്ന് വിചാരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞു. അടുത്ത സെറ്റ് നമ്മുടെ സാധനങ്ങളായിരുന്നു കുറച്ച് പോർക്കും വെജീസും പിന്നെ ടർക്കി ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ബ്രെഡും. അതിനെയും ഗ്രില്ല് കയറ്റി. പോർക്ക് സെറ്റാവാനായിട്ട് എന്തായാലും സമയം എടുക്കുന്നവരാണ്. കാരണം കിട്ടിയ ചിക്കനും കടിച്ചു വലിച്ച് ഗ്രില്ലിന് ചുറ്റും ഞങ്ങൾ 3 പേരും നിന്നു. ഇതിൻ്റെ ഇടയിൽ കാറ്റിൻ്റെ അതിപ്രസരം കൂടി ഇപ്പോൾ കുറച്ച് കല്ലൊക്കെ എടുത്ത് ഗ്രില്ലിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് മറിഞ്ഞു വീഴാണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും നോക്കുമ്പോൾ ജോഫി മോള് മാത്രം പുഴയുടെ സൈഡിൽ വന്ന് നിൽക്കുന്നു. ഇതെന്താ ഇപ്പോൾ ഇവിടെ സംഭവം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നല്ല അടിപൊളി മലയുടെ ഒരു വ്യൂ. അതിൻ്റെ മുകളിൽക്കൂടെ ഒരു ഹെലികോപ്റ്റർ പോടും. നേരെ താഴെ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന ബിയർ. പുഴയിൽ തണുപ്പിച്ച ബിയർ. അങ്ങനെ നമ്മുടെ അൽഗോയുടെ സ്വന്തം അൽഗോയ് ബബിൾ ബിയർ പുഴയിൽ നിന്നും പൊക്കിയെടുത്ത് അടിച്ചു മോനെ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ഞാൻ വന്ന് നോക്കുമ്പോഴടാ, നാട്ടിൽ നമ്മുടെ തട്ടുകട സൈഡിൽ ബക്കറ്റും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അതുപോലത്തെ സ്കീമിൽ ബക്കറ്റിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് വായലൊഴിച്ച് നീട്ടി തുപ്പുന്ന ഷാജി. അങ്ങനെ ഗ്രില്ലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് പര്യവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് പിപ്പി നേരെ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുകയും പടലവും ഒക്കെ അങ്ങോട്ട് തെറിഞ്ഞു. പിന്നെ നൈസായിട്ട് ഓരോന്നൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് പുഴയിൽ കഴുകി ബാക്കിയൊക്കെ നേരെ കിട്ടിയ പോലെ തന്നെ തട്ടി വെട്ടിക്കയറ്റി. ഗ്രില്ല് ചെയ്ത സ്പോട്ടും ക്ലീനിക്ക് വേഗം വീട്ടിൽ പോയി ഒരു സെൽഫി എടുത്ത് പരിപാടി അവസാനിപ്പിച്ചു.